നമസ്കാരം. എല്ലാവരും കണ്ടിട്ട് കുറെ നാളായി. ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ രഞ്ജിത്ത് എഡിശ്ശേരി എന്നൊരു വ്യക്തി എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു ഫേസ്ബുക്ക് വഴി. അദ്ദേഹം ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഹായ് ശ്രീ, ഐ എം രഞ്ജിത്ത്, വർക്കിംഗ് ആസ് എ നഴ്സ് ഇൻ കുവൈറ്റ് MOH. അദ്ദേഹത്തിന് ഹീസ് ഗെറ്റിംഗ് സാലറി അറൌണ്ട് 1.8 lakhs ഹിയർ ആസ് ടാക്സ് ഫ്രീ സാലറി ഉണ്ട്. പുള്ളിക്കാരൻ ചോദിച്ച ക്വസ്റ്റ്യൻ, ഇസ് ഇറ്റ് എ ഗുഡ് മൂവ് ടു മൂവ് ഫ്രം കുവൈറ്റ് ടു UK? വാട്ട് ഈസ് മൈ സജഷൻസ്? He's a bit confused. I'm working here for the past 4 years. Thank you if I can give any suggestions. Brilliant question, Ranjit. ഈ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് ടോപ്പിക്സ് ആണ് നിങ്ങൾ സംസാരിക്കാനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഹീസ് ഗെറ്റിംഗ് ഓൾമോസ്റ്റ് 2 lakhs അടുത്ത് 1.8 lakhs ടാക്സ് ഫ്രീ ക്യാഷ് പുള്ളിക്കാരൻ്റെ കൈ കിട്ടുന്നുണ്ട് സാലറി ആയിട്ട്. ദാറ്റ്സ് എ വെരി ഗുഡ് സാലറി. ഐ ഹാവ് ടു സേ, രഞ്ജിത്ത്, ഇഫ് യു ആർ ഗെറ്റിംഗ് ദാറ്റ്, പ്ലീസ് ഡോണ്ട് മൂവ്. എൻഡ് ഓഫ് ദ ഡേ, ഇഫ് യു ആർ ലുക്കിംഗ് ടു മേക്ക് മണി, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക, മൂവ് ചെയ്യരുത്. ഈവൻ ഇഫ് ഇറ്റ്സ് UK ഓർ അയർലൻഡ്, നിങ്ങൾക്ക് ഇതേപോലെ ഇത്ര സാലറിയെ നിങ്ങൾക്ക് ടാക്സിന് ശേഷം കൈ കിട്ടത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാക്സിന് ശേഷം ഏകദേശം 2 lakhs, അത് ഡിപ്പെൻഡിങ് ഓൺ വാട്ട് റോൾ യു ആർ, നിങ്ങൾ എവിടെ താമസിക്കുന്നത്, നിങ്ങൾക്ക് എത്രയാണ് ചെലവുകൾ, അതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഏകദേശം ഇതുപോലൊക്കെ തന്നെ ഉള്ളൂ. സാലറി വൈസ് ആയിട്ട് വലിയ വ്യത്യാസം വരുന്നില്ല അയർലൻഡ്, UK, കുവൈറ്റ്, മിഡിൽ ഈസ്റ്റിലെ കൺട്രീസുമായിട്ട്. പക്ഷേ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യാസം വരുന്നത് ലൈഫ് സ്റ്റൈലിലാണ്. വെൻ യു ആർ ആക്ച്വലി ഇപ്പം സിംഗിളായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിന് എവിടെ നിന്നാലും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ അത് ഇപ്പം ഫാമിലി ആയിട്ട് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് യൂറോപ്യൻ കൺട്രീസിലേക്ക് വരുമ്പം ലൈഫ് സ്റ്റൈലിന് കണ്ടമാനം ചേഞ്ചസ് വരും. നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന പോലെ തന്നെ ഇവിടെ സ്വന്തമായിട്ട് പലരും വീട് മേടിക്കുന്നുണ്ട്, വണ്ടിയും, വളരെ ലാവിഷായിട്ട് നല്ലൊരു ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളുടെ പിള്ളേരെ വളർത്താനും പിള്ളേരെ സ്കൂളിംഗ് ആയാലും, അതുകൂടാതെ നമ്മുടെ ഒരു പേസ് ഓഫ് ലൈഫൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുള്ളാണ് നമ്മുടെ ഗൾഫിനെയൊക്കെ അപേക്ഷിച്ച്. ഗൾഫിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, മൺഡേ ടു ഫ്രൈഡേ ഓ മൺഡേ ടു തേഴ്സ്ഡേ നിങ്ങൾ വർക്ക് ചെയ്യുന്നു, ഫ്രൈഡേ ഒരു ദിവസം ഓഫ്, പിന്നെ നിങ്ങൾക്കാണെങ്കിൽ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്ത് തന്നെ നിങ്ങളിരിക്കുന്നത്. പക്ഷേ ഇവിടെ UK അയർലൻഡിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 to 4 ആസ് എ നേഴ്സ് നിങ്ങൾക്ക് 3 to 4 days a week നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. 8 to 8 ആയിരിക്കും നിങ്ങൾക്ക് ഷിഫ്റ്റ്. നിങ്ങൾക്ക് ചെയ്യുന്ന ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേറെ തലവേദനകളൊന്നുമില്ല. വീട്ടിൽ പിള്ളേരുടെ കൂടെ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ എല്ലാം കറങ്ങി നടന്ന് യു ഹാവ് അറ്റ്മോസ്റ്റ് ഓൾ ഫ്രീഡം. ബിക്കോസ് ഇവിടെ ഹ്യൂമൻ റൈറ്റ്സ് നമ്മുടെ ഗൾഫിലേക്ക് അപേക്ഷിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് ഇല്ല. വെളിയിൽ നിന്നൊരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് വന്നൊരാളായിട്ട് തന്നെ. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ സിറ്റിസൺ ആയില്ലേ പോലും നിങ്ങൾ ഇവിടെ വന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലീഗലായിട്ട് താമസിക്കാനുള്ള ഇതുണ്ടെങ്കിൽ യു ഹാവ് എവറി റൈറ്റ്. നിങ്ങൾക്ക് ഇവിടുത്തെ ആൾക്കാരുടെ കൂട്ട് തന്നെ കംപ്ലീറ്റ് റൈറ്റ്സ് ഉണ്ട്. എംപ്ലോയ്മെൻറ്റ് റൈറ്റ്സ് ആയാലും വളരെ സ്ട്രിക്റ്റ് ആണ്. എംപ്ലോയീസിന് ഏറ്റവും കൂടുതൽ റൈറ്റ്സ് ഉള്ളൊരു കൺട്രികളിലൊന്ന് അയർലൻഡ് ആൻഡ് UK. എംപ്ലോയറിനെക്കാട്ടിലും റൈറ്റ്സ് കൂടുതൽ എംപ്ലോയീസിനാണ് അയർലൻഡിൽ UK. നമുക്ക് എന്തെങ്കിലും പ്രശ്നം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള യൂണിയൻ സപ്പോർട്ട്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നഴ്സസിനാണെങ്കിൽ INMO എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അല്ലാതെ നഴ്സിംഗ് അല്ലാതെ ബാക്കിയുള്ള പ്രൊഫഷണൽസിന് SIPTU എന്നൊരു യൂണിയൻ ഉണ്ട്. ഈ യൂണിയൻസ് എല്ലാം വളരെ സ്ട്രോങ് ആണ്. നമ്മൾ ഏത് രാജ്യത്തു നിന്നാണ് വന്നതെന്നോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കത്തില്ല. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ആണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒത്തിരി നല്ല നല്ല കാര്യങ്ങളുണ്ട്. പിന്നെ ലൈഫ് സ്റ്റൈൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. പിന്നെ ലിവിങ് കണ്ടീഷൻസ് നല്ലതാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരും അതുകൂടാതെ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഫ്രണ്ട്സ് എല്ലാം മിഡിൽ ഈസ്റ്റിൽ താമസിക്കുന്നുണ്ട്. അവിടുത്തെ ഒരു ചെറിയ വീട്ടിൽ ഒരു 2-3 ഫാമിലിയൊക്കെ ആയിരിക്കും ഷെയർ, ബിക്കോസ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ലിവിങ് ഒത്തിരി ഹൈ ആയതുകൊണ്ട് അവർ എല്ലാവരും ഷെയർ ചെയ്തായിരിക്കും ജീവിക്കുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരാളുടെ ജോലിയും കൊണ്ട് തന്നെ ഇപ്പം നിങ്ങളൊരു കൗണ്ടി സൈഡിലാണ് താമസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ലാവിഷായിട്ട് നല്ല രാജകീയമായിട്ടൊരു 3 bedroom ഹൗസൊക്കെ ഫുള്ള് റെൻ്റ് എടുത്ത് നിങ്ങൾക്കാണെങ്കിൽ വലിയൊരു വണ്ടി മേടിച്ച് നിങ്ങൾക്ക് രാജകീയമായിട്ട് ജീവിക്കുക. എന്നിട്ടും കുറച്ച് പൈസ നിങ്ങൾക്ക് മിച്ചം കാണും. ഇപ്പോൾ 2 പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ലിവ് ലൈക്ക് എ കിങ്. കേട്ടോ, 2 പേര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്ക് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി യു വിൽ ലിവ് ലൈക്ക് എ കിങ്. സോ എനിക്ക് രഞ്ജിത്തിനോട് പറയാനുള്ളത് വെച്ചാൽ, ഇഫ് യു ആർ തിങ്കിങ് ടു മേക്ക് മണി, നിങ്ങൾക്ക് പൈസയാണ് നിങ്ങൾക്ക് ഇപ്പം പെട്ടെന്ന് അത്യാവശ്യമായിട്ടുള്ള കാര്യമെങ്കിൽ ഡോണ്ട് നോട്ട് മൂവ്. പക്ഷേ നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈലാണ്, നിങ്ങൾക്ക് യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് ജീവിക്കാൻ ആഗ്രഹമെങ്കിൽ ഡെഫിനറ്റ്ലി മേക്ക് ദാറ്റ് മൂവ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് ഷൂട്ട് ഡൗൺ ആസ് എ കമന്റ് ബിലോ. ഞാൻ ഇത് അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ഈ വീഡിയോ മാക്സിമം എത്തട്ടെ ആൾക്കാരിലേക്ക്. ആൻഡ് പ്ലീസ് ഫോളോ അവർ Facebook page Higher Hood. Thanks again. See you later with another video. Bye.